ഈ ഒരു വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്നുള്ള ഭാഗമാണ്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം കഴിഞ്ഞ ചാപ്റ്ററിൽ വിശദീകരിച്ചതാണ്. നോട്ട്സുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച കാര്യത്തിൽ ഈ ഒരു ഭാഗം എന്താണെന്ന് നമ്മൾ പറയുകയുണ്ടായി. Reconstitution of partnership firm, a changing in the nature of relationship among the members, effected through a fresh agreement under which the existing business continues, is called reconstitution. അത് ബിസിനസ്സിൻ്റെ നിലവിലെ അഗ്രിമെൻ്റ് അല്ലെങ്കിൽ നിലവിലെ സ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഭേദഗതികൾ വരുത്തുന്നു. റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ ഭേദഗതി വരുത്തുക എന്നുള്ളതാണ്. എ ചേഞ്ചിങ് ഇൻ ദി നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നു? ബിസിനസ് സ്വഭാവത്തിൽ അല്ലെങ്കിൽ റിലേഷനിൽ എന്തെങ്കിലും എമംഗ് ദി മെമ്പേഴ്സുകൾ തമ്മിലുള്ള ആ റിലേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നു. എഫക്റ്റഡ് ത്രൂ എ ഫ്രഷ് അഗ്രിമെൻറ്റ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു? പുതിയൊരു അഗ്രിമെൻറ്റ് തയ്യാറാക്കുന്നു. അണ്ടർ വിച്ച് ദി എക്സിസ്റ്റിംഗ് ബിസിനസ്, നിലവിലെ ബിസിനസ്സിൽ നിന്നാണ് എന്തെങ്കിലും മാറ്റം വരുത്തുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പുതിയ അഗ്രിമെൻറ്റ് പ്രകാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് സൂചിപ്പിക്കുന്നത്. നേരത്തെ വിശദീകരിച്ചാണ്, ഇവിടെ കൂടുതൽ സമയം കളയുന്നില്ല. അത് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ, വ്യത്യസ്ത രീതിയിൽ ഫേം റീകോൺസ്റ്റിറ്റ്യൂഷൻ നടത്താവുന്നതാണ്. ഒന്ന്, അഡ്മിഷൻ ഓഫ് പാർട്ണർ, പുതിയൊരു പങ്കാളിയെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? പാർട്ണർഷിപ്പ് ഡീലിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. നേരത്തെ രണ്ടാളാണെങ്കിൽ അവിടെ ലാഭം വീതം വെച്ച് രണ്ടാക്കായിരുന്നു. ഇവിടെ മൂന്നാൾക്ക് എന്ത് ചെയ്യണം? പുതുതായി അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ മൂന്നാൾക്ക് ലാഭം വീതിക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുന്നു? നിലവിലെ റേഷ്യോയിൽ മാറ്റം വരുന്നു. ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, അതുപോലെ നിലവിൽ 2 പാർട്ട്നേഴ്സ് തന്നെയാണ്. ഇന്ന് മുതൽ എന്ത് ചെയ്യുന്നു? ലാഭവീതത്തിൽ മാറ്റം വരുത്തണമെന്ന് അല്ല അംഗങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അവിടെയും എന്ത് ചെയ്യുന്നു? നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ വരുത്തുന്നു. പിന്നെ മറ്റൊന്ന്, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ, ഒരു പാർട്ണർ എന്ത് ചെയ്യുന്നു? റിട്ടയർ ചെയ്ത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ, 3 ആളുള്ള ഒരു ബിസിനസ് ഫേമിൽ ഒരാൾ പുറത്തേക്ക് പോയാൽ പിന്നെ 2 ആളേ ഉള്ളൂ. അപ്പോൾ ആ 2 ആൾക്ക് എന്ത് ചെയ്താൽ മതി? എന്നാണോ റിട്ടയർ ചെയ്തത് ആ ഡേറ്റ് മുതൽ 2 ആൾക്ക് മാത്രം ലാഭം വീതം വെച്ചാൽ മതി. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഭേദഗതി വരുത്തുന്നു. ഡെത്ത് ഓഫ് ദി പാർട്ണർ, റിട്ടയർമെൻറ്റ് അതേ കേസ് തന്നെയാണ്, ഡെത്ത് ഓഫ് പാർട്ണർ. ദെൻ അഡ്മിഷൻ ഓഫ് പാർട്ണർ എന്നുള്ള ചാപ്റ്ററാണ് ഇവിടെ പഠിക്കുന്നത്. ആ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഫേം നമ്മൾ ബേസിക്കലായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏതൊക്കെ സന്ദർഭത്തിലാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭേദഗതി വരുത്തുന്നത് എന്നാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഒന്ന്, അഡ്മിഷൻ ഓഫ് പാർട്ണർ, ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ണർ, ഡെത്ത് ഓഫ് ദി പാർട്ണർ ആൻഡ് പിന്നെ അമാൽഗമേഷൻ ഓഫ് പാർട്ണർ. ഇത്രയും കേസിലാണ് ഒരു ഫേം റീകോൺസ്റ്റിറ്റ്യൂഷൻ വരുത്തുന്നത്. പിന്നെ അഡ്മിഷൻ ഓഫ് പാർട്ണറാണ്. അതായത് നിലവിലെ ഒരു ബിസിനസ് ഫേമിലേക്ക് പുതിയ ആളെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അവരെ ഇൻകമിംഗ് പാർട്ണർ അല്ലെങ്കിൽ ന്യൂ പാർട്ണർ അല്ലെങ്കിൽ അഡ്മിറ്റിംഗ് പാർട്ണർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. സാധാരണ ഒരു ബിസിനസ് ഫേമിലേക്ക് പുതിയ പാർട്ണറെ കൊണ്ടുവരുന്നത് ഒന്നെങ്കിൽ സ്കില്ലിന് വേണ്ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ആവശ്യാർത്ഥം. ഈ 2 ആവശ്യാർത്ഥമാണ് കാര്യമായിട്ടും ഒരാളെ ബിസിനസ് ഫേമിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്ന് ക്യാപിറ്റൽ ആവശ്യത്തിന് വേണ്ടി, മറ്റൊന്ന് അയാളുടെ സ്കില്ല് ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി. A new partner can be admitted with the consent of all the existing partners. പുതിയ പാർട്ണറെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ പാർട്ണറുടെയും സമ്മതം കിട്ടിയാൽ മാത്രമേ പുതിയ പാർട്ണറെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യൂഷ്വലി എ ന്യൂ പാർട്ണർ ഈസ് അഡ്മിറ്റഡ് വെൻ ദി ഫേം നീഡ്സ് അഡീഷണൽ ക്യാപിറ്റൽ ഓർ മാനേജീരിയൽ ഹെൽപ്പ് ഓർ ബോത്ത്. നമ്മൾ സാധാരണ നേരത്തെ സൂചിപ്പിച്ചു, സാധാരണ ഒരു പാർട്ണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ അഡീഷണൽ ക്യാപിറ്റലിന് വേണ്ടി അല്ലെങ്കിൽ മാനേജീരിയൽ ഹെൽപ്പ്, അയാളെ സ്കില്ല് ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ രണ്ടും കൂടെ, ക്യാപിറ്റലിനും അതിനെ മാനേജർ സ്കില്ലിനും കൂടെ രണ്ടും കൂടെയും വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മൾ പുതിയൊരു പാർട്ണറെ ബിസിനസ് ഫേമിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ പാർട്ണറുടെയും സമ്മതത്തോടു കൂടി മാത്രമേ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റൈറ്റ്സ് ഓഫ് എ ന്യൂ പാർട്ണർ, ഒരു പുതിയ പാർട്ണർക്ക് 2 അവകാശങ്ങൾ ലഭിക്കുന്നു. ഒന്ന്, റൈറ്റ് ടു ഷെയർ ദി അസറ്റ് ഓഫ് ദി ഫേം, അതാ ബിസിനസ്സിൻ്റെ ആസ്തിമേലുള്ള അവകാശം ലഭിക്കുന്നു. 2, റൈറ്റ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ദി ഫേം. രണ്ടാമത്തെ അവകാശം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ലാഭത്തിനുള്ള അവകാശമാണ്. ഇങ്ങനെ അസറ്റിനുള്ള അവകാശം ഇൻകമിംഗ് പാർട്ണർക്ക് ലഭിക്കണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ബിസിനസ് ഫേമിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തണം.
അത് അദ്ദേഹം എത്രയാണോ ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടത് അത്രയും ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ മാത്രമേ അദ്ദേഹത്തിന് അസറ്റുമുള്ള അവകാശം ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ അവകാശമായിട്ടുള്ള റൈറ്റ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ദി ഫേം, അതാ ലാഭത്തുമുള്ള അവകാശം ലഭിക്കണമെങ്കിൽ ബിസിനസ് ഇതുവരെ നേടിയെടുത്ത ഗുഡ്വില്ലിന് ആനുപാതികമായിട്ടുള്ള ഗുഡ്വിൽ എമൗണ്ട് കൊണ്ടുവന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ലാഭത്തുമുള്ള അവകാശം ലഭിക്കുകയുള്ളൂ. അഥവാ റൈറ്റ് ടു ഷെയർ ദി അസറ്റ് ഓഫ് ദി ഫേം ടു ഗെറ്റ് ദിസ് റൈറ്റ് ടു ബ്രിങ് ക്യാപിറ്റൽ, അഥവാ ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അസറ്റുമുള്ള അവകാശം ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ ലാഭത്തുമുള്ള അവകാശം ലഭിക്കണമെങ്കിൽ ടു ഗെറ്റ് ദി റൈറ്റ് ടു ബ്രിങ് ഗുഡ്വിൽ ഓർ പ്രീമിയം, അല്ല പ്രീമിയമോ അല്ലെങ്കിൽ ഗുഡ്വില്ലോ കൊണ്ടുവരണം. ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പഠിക്കാനുള്ളതാണ്. അവിടെ ഡീറ്റെയിൽസ് ആയി എന്തെങ്കിലും ഗുഡ്വിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻകമിംഗ് പാർട്ണർ കൊണ്ടുവന്ന ഗുഡ്വിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ വിശദീകരിച്ച് അവിടെ പറയുന്നതാണ്. This amount will be shared by the old partners as the sacrificing ratio. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ഗുഡ്വിൽ, അതായത് ഇൻകമിംഗ് പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ നമ്മൾ ഓൾഡ് പാർട്ണേഴ്സ് വീതം വെക്കുന്നു. സാക്രിഫൈസിങ് റേഷ്യോയിൽ എന്ത് ചെയ്യുന്നു വീതം വെക്കുകയാണ് ചെയ്യുന്നത് ഓൾഡ് പാർട്ണേഴ്സിന് ഇൻകമിംഗ് പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ. പിന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ്, ഈ ചാപ്റ്ററിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കേണ്ട ഒരു ഭാഗമാണ് ഏത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് എന്നുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ വിശദീകരിച്ചതാണ് നോട്ട്സുമായി ബന്ധപ്പെട്ട്, കൂടുതലൊന്നും അതിലേക്ക് പോകുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് നടത്തുക എന്നുള്ളതാണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓൺ അഡ്മിഷനിൽ ഒന്ന് ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ പാർട്ണർ, പുതിയ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പുതിയ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പം എന്ത് ചെയ്യുന്നു, നമ്മൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞ് പഠിക്കുകയുണ്ടായി. ക്യാഷ് അക്കൗണ്ട് അഫ്റ്റർ ടു ക്യാപിറ്റൽ. അതേമാതിരി ഇവിടെ പുതിയ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരികയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അഫ്റ്റർ ടു ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ. എന്നാൽ പിന്നെ നമ്മൾ കണ്ടെത്തേണ്ടതാണ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പുതിയ റേഷ്യോ കണ്ടെത്തേണ്ടതുണ്ട്. അത് വ്യത്യസ്ത കേസ് 5ഓളം കേസുകളുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഓരോ കേസ് നമ്മൾ വിശദീകരിച്ച് പറയുന്നതാണ്. കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ, എന്ത് ചെയ്യണം, സാക്രിഫൈസിങ് റേഷ്യോ കണ്ടെത്തണം. പുതിയ പാർട്ണറെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ നേരത്തെയുള്ള പാർട്ണർക്ക് എന്തുണ്ട്, ചില നഷ്ടങ്ങളുണ്ട്. ആ നഷ്ട അനുപാതം കണ്ടെത്തുകയാണ് ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ. കഴിഞ്ഞ വിക്ടേഴ്സ് ചാനലിൽ നിങ്ങൾക്ക് ഒരു കേക്കിൻ്റെ കഥ പറയുകയുണ്ടായി. ഇവരെന്ത് ചെയ്യും, നല്ലൊരു കേക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവെക്കുന്നു. നിങ്ങളെന്ത് ചെയ്യുന്നു, ഏകദേശം 2 ആളുള്ളത്, അത് നിങ്ങൾ ഈക്വലായിട്ട് വീതം വെച്ചു. അപ്പോൾ എന്ത് ചെയ്യും, പകുതിയും കിട്ടി, 1/2 കിട്ടി. ഇനി 3 ആൾ, പുതുതായി ഒരാൾ കടന്നു വന്നാൽ എന്തായി മാറി, അത് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു, 1/3 ആയിട്ട് ഭാഗം വെക്കണം. 3 ഭാഗമാക്കേണ്ടി വരും. അപ്പോൾ 3 ആൾക്കും എന്ത് ചെയ്യുന്നു വീതം വെക്കുന്നു. അപ്പോൾ നേരത്തെ എന്ത് ചെയ്യുന്നു, പകുതി കിട്ടിയത് ഇപ്പോൾ എന്തായി മാറി, 1/3 ആയി മാറി. അവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട്. നേരത്തെയുള്ള 2 പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യുന്നു, 2 പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവിടെ കൂടുതൽ കിട്ടുമായിരുന്നു. പക്ഷേ മൂന്നാമതൊരാൾ വന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നേരത്തെ കിട്ടിയതിൽ നിന്ന് കുറച്ച് കുറയുന്നു. ആ കുറവിനെയാണ് ഇവിടെ സാക്രിഫൈസിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ മറ്റൊന്ന് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വില്ലാണ്. പിന്നെ മറ്റൊന്ന് റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ ഉള്ള അസറ്റിൻ്റെ വിലയും ഒരാൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ടൈമിലുള്ള അസറ്റിൻ്റെ വിലയും തമ്മിൽ കമ്പാരിസൺ നടത്തുന്നു. എത്രത്തോളം അസറ്റിന് വില കൂടിയോ അതിലെന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ ആ ലാഭം കണ്ടുപിടിക്കുകയാണ് ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ട് കൊണ്ട് ചെയ്യുന്നത്. റിവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു റിവാലുവേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ എത്രയാണോ റിവാലുവേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിവാലുവേഷൻ ലോസ് എന്ന് കണ്ടെത്തുകയുമാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ആൻഡ് അതർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, റിസർവ് ആക്കി എന്തെങ്കിലും ധനം ബിസിനസ് ഫേമിൽ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, അത് പിന്നീട് വിശദീകരിക്കുന്നതാണ്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ദി പാർട്ട്നേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നത്. നമ്മളിവിടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ചാപ്റ്ററിൽ ഓരോ ഘട്ടം ഘട്ടമായി പഠിക്കുന്നതാണ്. അതിൽ ഒന്നാമത് ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ പാർട്ണറാണ്. ദ ന്യൂ പാർട്ണർ മേ ബ്രിങ്സ് ഈസ് ക്യാപിറ്റൽ ഐദർ ബൈ ക്യാഷ് ഓർ ഇൻ ദി ഫോം ഓഫ് അസറ്റ്. പുതിയ പാർട്ണർ എന്ത് ചെയ്യുന്നു, ബിസിനസ് ഫേമിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. എങ്ങനെ, ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ അസറ്റായിട്ട്. ബിസിനസ് ഫേമിലേക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അഫ്റ്റർ ടു ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്നും, അസറ്റ് ആയിട്ടാണ് കൊണ്ടുവരികയാണെങ്കിൽ അസറ്റ് അക്കൗണ്ട് അഫ്റ്റർ ടു ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്നുമാണ്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഭാഗങ്ങളാണ്. ഇൻട്രൊഡ്യൂസ്ഡ് ക്യാഷ്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് അഫ്റ്റർ ടു ക്യാപിറ്റൽ. അസറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കൊണ്ടുവരുന്നതെങ്കിൽ അസറ്റ് അക്കൗണ്ട് അഫ്റ്റർ ടു ക്യാഷ്. ഈ അസറ്റ് അക്കൗണ്ട് അഫ്റ്റർ ടു
ക്യാപിറ്റൽ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഇൻകമിംഗ് പാർട്ണർ ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്നും, അതുപോലെ അസറ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിലാണ് ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ പാർട്ണറിൽ വരുന്നത്. വെൻ ന്യൂ പാർട്ണർ ബ്രിങ്സ്, ഓക്കെ, അസറ്റ് കൊണ്ടുവരികയാണെങ്കിൽ ആ രീതിയിൽ കാണിക്കുന്നു. ക്യാഷ് അക്കൗണ്ട് അസറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ന്യൂ പാർട്ണേഴ്സ്, രണ്ടും ഒരുമിച്ചാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ അസറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്നാണ് ജേണൽ എൻട്രി വരുന്നത്. നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആണ്. പുതിയ റേഷ്യോ എന്ത് ചെയ്യുന്നു, പുതുതായി ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ന്യൂ റേഷ്യോ കണ്ടെത്തേണ്ടതുണ്ട്. ഇൻകമിംഗ് പാർട്ണർ അക്വയർസ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ദി ഓൾഡ് പാർട്ണേഴ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു പാർട്ണറെ അപ്പോയിൻറ്റ് ചെയ്യുമ്പം അയാൾ എന്ത് ചെയ്യുന്നു, ലാഭം അക്വയർ ചെയ്യുന്നത് ആരിൽ നിന്നാണ്, ഓൾഡ് പാർട്ണേഴ്സിൽ നിന്നാണ്. അപ്പം നിലവിലുള്ള ലാഭം തന്നെ ആയിരിക്കും ബിസിനസ് ഫേമിലുള്ള, ആ ലാഭത്തിൽ നിന്നും ഒരു വീതം ആർക്ക് കൊടുക്കുന്നു, ഇൻകമിംഗ് പാർട്ണർക്ക് കൊടുക്കുന്നു. ഒരു ബിസിനസ് ഫേമിന് 1000 രൂപ ലാഭം കിട്ടിയെന്ന് കരുതാം. അവിടെ 2 പാർട്ണറാണ് ബിസിനസ് ഫേമിലുള്ളതെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ആ 1000 രൂപ 2 ആക്കി വീതം വെക്കുന്നു. അപ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യുന്നു, 1000 × 1/2 500 രൂപ കിട്ടുന്നു. നേരെ മറിച്ച് പുതിയൊരാൾ അപ്പോയിൻ്റ് ചെയ്തു, അപ്പോൾ മൂന്നാമതൊരാളും ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു. അങ്ങനെയെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, 3 ആൾക്കും എന്ത് ചെയ്യണം, ഈ ലാഭം വീതിക്കണം. അപ്പം 1000 × 1/3 എന്നാണ് വരിക. നേരത്തെ 2 ഉള്ളത് കൊണ്ട് 1/2 ആയിരുന്നു, ഇവിടെ 1/3 എന്നാണ് വരുന്നത്. അപ്പോൾ 333 കിട്ടുന്നു. അപ്പോൾ നേരത്തെ 500 കിട്ടി, ഇപ്പോൾ എത്ര കിട്ടുന്നത്, നമുക്ക് 333.33 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിനടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂ റേഷ്യോ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇൻകമിംഗ് പാർട്ണർക്ക് ലാഭവീതം കൊടുക്കുന്നത് ആരാണ്, ഓൾഡ് പാർട്ണേഴ്സാണ്. നേരത്തെ ഉള്ള പാർട്ണേഴ്സ് ആണ് ലാഭവീതം കൊടുക്കുന്നത്. അവർക്ക് നേരത്തെ കിട്ടിയതിൻ്റെ ഒരു വീതം എടുത്ത് എന്ത് ചെയ്യുന്നു, ഇൻകമിംഗ് പാർട്ണർക്ക് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ന്യൂ റേഷ്യോ കണ്ടെത്തുന്നത്. ന്യൂ റേഷ്യോ ഈസ് ഡിറ്റർമൈൻഡ് ബൈ considering how the new partners acquires his share of profit from the old partners. അതിൻ്റെ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ആണ്. ഒന്ന്, he may acquire it from the old partners in the old ratio. അഥവാ ന്യൂ പാർട്ണർ അക്വയർ ചെയ്ത് നേടിയെടുക്കുന്ന ഏത് റേഷ്യോയിലാണ്, ഓൾഡ് റേഷ്യോൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്സിൽ അവസാനം തന്ന ക്വസ്റ്റ്യന്. അതെന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ആ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ഹി മേ അക്വയർ ഇറ്റ് ഫ്രം ദി ഓൾഡ് പാർട്ണേഴ്സ് ഇറ്റ് ഇൻ ദി ഓൾഡ് റേഷ്യോ. ഓൾഡ് റേഷ്യോൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഇൻകമിംഗ് പാർട്ണർ അക്വയർ ചെയ്ത് നേടിയെടുക്കുന്നു. രണ്ടാമത്, ഈക്വലി ഫ്രം ദി ഓൾഡ് പാർട്ണേഴ്സ്. റേഷ്യോ തന്നില്ല, ഈക്വലി ആണ്, 1:1 ആണ്. അപ്പോൾ ഈക്വലി എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് രണ്ടാമത്തെ കേസിൽ പറയുന്നത്. അത്ര ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ 3, അറ്റ് സം അഗ്രീഡ് റേഷ്യോ. അതായത് 1:1 എന്ന് പറഞ്ഞു, ഈക്വലി ആണെന്ന്. ആ 1:1 പകരം എന്ത് ചെയ്യുന്നു, 2:3 എന്നുള്ള ഒരു റേഷ്യോ തന്ന്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് മൂന്നാമത്തെ കേസ്. 4, ഹി മേ അക്വയർ ഇറ്റ് ഓൺലി ഫ്രം 1 or more പാർട്ണേഴ്സ്. അതാ ഇൻകമിംഗ് പാർട്ണർ അക്വയർ ചെയ്യുന്നത് എന്താണ്, ഫുള്ളായിട്ട് 1 പാർട്ണർ, അതോ ഒരു പാർട്ണറിൽ നിന്ന് മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ അതിലധികം പാർട്ണേഴ്സിൽ നിന്നാണ് അക്വയർ ചെയ്യുന്നതെങ്കിൽ. അതാണ് നിങ്ങൾക്ക് അഡ്മിഷനിലെ ആദ്യത്തെ ക്ലാസ്സിൽ അവസാനം ഹോംവർക്കായി തന്ന ക്വസ്റ്റ്യന്. ഓൺലി ഫ്രം 1 പാർട്ണർ എന്നുള്ളതാണ്, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ്. പിന്നെ ഒന്ന്, ഹി മേ അക്വയർ ഇൻ ദി ഫോം ഓഫ് സെർട്ടൻ ഫ്രാക്ഷൻ ഓഫ് ഓൾഡ് പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്. അതാ ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ഇത്ര ഭാഗം വിട്ടുകൊടുക്കുന്നു. അതാ എ സറണ്ടേർഡ് 1/32 ഓഫ് ഹിസ് ഷെയർ ആൻഡ് ബി 3/32 ഓഫ് ഹിസ് ഷെയർ ഇൻ ഫേവർ ഓഫ് സി. അതാ എക്ക് കിട്ടുന്നതിൻ്റെ 32 ഒരു ഭാഗം എന്ത് ചെയ്യുന്നു, സിക്ക് വിട്ടുകൊടുക്കുന്നു. അതിനെ ബിക്ക് കിട്ടുന്നതിൻ്റെ 32 3 ഭാഗം എന്ത് ചെയ്യുന്നു, ആർക്ക് വിട്ടുകൊടുക്കുന്നു, സിക്ക് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ അത് എത്രയാണ് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ കണ്ടെത്തുക, ഇപ്പോൾ എക്ക് ഏകദേശം 1000 റുപ്യ കിട്ടണമെങ്കിൽ 1000 × 1/32 എത്രയെന്ന് കണ്ടെത്തുന്നു. ആ
1000ൻ്റെ 1/32 ആണ് ആർക്ക് വിട്ടു കൊടുക്കുന്നത്? സിക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബിക്ക് 2000 ആണെങ്കിൽ 2000 ഇൻറ്റു 3/32 കണ്ടെത്തുന്നു. അതിൻ്റെ എത്രയാണോ കിട്ടിയത് അതാണ് ആർക്ക് കിട്ടുന്നത്? സിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എത്രയാണോ സറണ്ടർ വാല്യൂ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. സറണ്ടർ വാല്യൂ എത്രയാണെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ സറണ്ടർ റേഷ്യോ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓൾഡ് റേഷ്യോ ഒന്ന് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോസിബിലിറ്റീസാണ് ന്യൂ റേഷ്യോയുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ if the partnership deed is silent regarding this matter, the new partners acquires his share in profit from the old partners in the old ratio, and the old partners continue to share the remaining profit in the old ratio. Partnership deed silent ആണെങ്കിൽ the new partners acquires his share in profit from the old partners in the ratio, and the old partners continue to share the remaining profit in the ratio. സാധാരണ നമ്മൾ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ എടുക്കുന്നത് ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് എന്നുള്ള ഭാഗത്തിൽ നമ്മൾ ഡീഡിൽ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ഷെയർ റേഷ്യോ നമ്മൾ എടുക്കുന്നത് ഒന്ന് ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർഡ് ബൈ ഈക്വലി, അതാ 1:1 ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6%, നേരത്തെ തിയറി പഠിച്ചതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? അടുത്ത സാക്രിഫൈസിങ് റേഷ്യോ ആണ്. സാക്രിഫൈസിങ് റേഷ്യോ നിങ്ങൾക്കറിയാം. സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഇക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്നുള്ള ഇക്വേഷനാണ്. സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഇക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, അഥവാ ഓൾഡ് റേഷ്യോ നേരത്തെ കിട്ടിയതിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഇപ്പോൾ കിട്ടിയത് മൈനസ് ചെയ്തു, ന്യൂ റേഷ്യോ. നേരത്തെ എന്ത് ചെയ്യുന്നു? 1000ത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. 1000 രണ്ടാൾക്ക് വീതം വെക്കുമ്പോൾ 500 വെച്ച് കിട്ടുന്നു. ആണെങ്കിൽ 3ആൾക്ക് വീതം വെക്കുമ്പോൾ 333 കിട്ടുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു? നേരത്തെ കിട്ടിയത് 500 ആയിരുന്നു. അപ്പോൾ ഓൾഡ് റേഷ്യോ എന്നുള്ളടത്ത് 500 കൊടുത്തു. 500 മൈനസ് ഇപ്പോൾ കിട്ടിയത് 333. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 167 കിട്ടുന്നു. അപ്പോൾ ഈ 167 എന്ത് ചെയ്യുന്നത്? ആ ഒരു വ്യക്തി സാക്രിഫൈസ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കുന്നത്? ഇൻകമിങ് പാർട്ണർ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റേഷ്യോ എന്നുള്ള പ്രൊപ്പോർഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഒരു ഭാഗത്തിലേക്കാണ് അഡ്മിഷനിലെ രണ്ടാം ഭാഗം ഞാൻ വിശദീകരിക്കുന്നത്.